നോമ്പിൽ 11-ാം ദിനം ക്രിസ്തുവിൽ ദർശിക്കുന്ന അധികാരമാണ് ധ്യാന വിഷയം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരം. യേശുവിൻ്റെ ഉപദേശവും അശുദ്ധാത്മാക്കളോടുള്ള കൽപ്പനയും ശാസനയും എല്ലാം അധികാരത്തോടെയായിരുന്നു. സിനഗോഗുകളിൽ അന്നുവരെ കേട്ട ഉപദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആധികാരികതയുള്ള ഉപദേശങ്ങൾ ആശ്ചര്യവും സന്ദേശവും ഉണർത്തുന്നു. കായികബലത്തിൻ്റെയും ഭരണകൂടശക്തിയുടെയും സ്ഥാനമാനങ്ങളുടെയും പിൻബലമുള്ള അധികാരം മാത്രം കണ്ടു ശീലിച്ചവർക്ക് സ്നേഹസത്യ നീതിമാർഗത്തിൽ അധിഷ്ഠിതമായ അധികാരം തീർത്തും അന്യമാണ്. ഉൽപ്പത്തി മുതൽ സൃഷ്ടിയിൽ പങ്കാളിയായവൻ, ഭൂമിയിൽ വന്ന് മനുഷ്യനോട് ഇടപഴകി അനുഭവങ്ങളെ പങ്കിട്ട് ഇരുത്തം വന്ന അനുഭവസ്ഥൻ, സത്യനീതിസാരം കൈവിടാതെ സൂക്ഷിച്ചവൻ, അതാണ് ക്രിസ്തുവിൻ്റെ അധികാരം. ഒരാളുടെ ഉണ്മയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന അധികാരത്തിന് ഉപദേശിക്കുവാനും ശാസിക്കുവാനും ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിവുണ്ട്. ക്രിസ്തുവിൻ്റെ ആധികാരികത കേട്ടുപഴകിയ അധികാരശക്തികളിൽ നിന്നും വ്യക്തതയും ദൃഢതയുമുള്ള വീക്ഷണത്തിനും ജീവിതത്തിനുമുള്ള ക്ഷണമാണ്. ജാർഖണ്ഡിൽ ആദിവാസികൾ നേരിട്ട അന്യായമായ കുടിയിറക്കലുകളും പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള അവകാശ നിഷേധവും അനിയന്ത്രിതമായ ഖനനവുമാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ ചൂഷിതർക്കൊപ്പം നിന്ന് സമരത്തിന് നേതൃത്വം നൽകുവാൻ പ്രേരിപ്പിച്ചത്. ജയിലിൽ നിന്ന് ജയിലിലേക്ക് എറിയപ്പെടുവാനും പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുവാനും അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഈ ആധികാരികതയും ക്രിസ്തു നൽകിയ അധികാരവുമാണ്. നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. നമ്മുടെ വാക്കും പ്രവൃത്തിയും ക്രിസ്തു നൽകുന്ന അധികാരത്തോടെ സ്നേഹവും സത്യവും നീതിയും ചുറ്റുപാടുകൾക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാകട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.